മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നയം ഇരട്ടത്താപ്പാണെന്ന് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് എതിർചേരിയുള്ളവർക്കെതിരെ ആരോപണം ഉയരുമ്പോൾ മിന്നൽ വേഗത്തിൽ നടപടി സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും സ്വന്തം ചേരിയിലുള്ളവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തമസ്കരിക്കുകയും പുച്ഛിച്ചു തള്ളുകയുമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. ഗണേഷ് കുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അവൾക്കൊപ്പം എന്നത് അതിജീവിതയ്ക്കൊപ്പം അല്ലെന്നാണ് തെളിയിക്കുന്നത്. കെ.ബി. ഗണേഷ് കുമാർ മന്ത്രി പദവി രാജിവെക്കണമെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടുകയോ പുറത്താക്കുകയോ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം കോൺഗ്രസ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി. എച്ച്. മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത്രമാത്രം നാണംകെട്ട ഒരു സമീപനമാണ് കേരളത്തിലെ ജനതയോട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞു, 5000-ഓളം സ്ത്രീകളുമായി അടുപ്പമുണ്ട് അദ്ദേഹത്തിന് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ അദ്ദേഹവുമായി പിണങ്ങി ഇതുപോലെ കാണാൻ പാടാത്ത പലതും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം. ഒരു സരിത നായർ എന്ന ഒരു സ്ത്രീയെ വെച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ കാമുകിയായ സരിത നായരെ വെച്ചുകൊണ്ട് കേരളത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ഉലഭ്യം പറയുകയും ചെയ്തിരുന്ന ഒരു മന്ത്രിയാണ് കെ.ബി. ഗണേഷ് കുമാർ. പ്രതിഷേധ സൂചകമായി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് കെ.ബി. ഗണേഷ് കുമാറിനെ കോലം കത്തിക്കുകയുണ്ടായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി.വി. സതീഷ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ യു.ഡി.എഫ് പാലക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലക്കാട്ട്, ബോബൻ മാട്ടുമന്ത, ഹരിദാസ് മറ്റിങ്ങൽ, ജവഹർ രാജ്, വി. മോഹൻ, സി. നിഖിൽ, മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, എസ്. സേവ്യർ, എസ്. എം. താഹ, അനിൽ ബാലൻ, ഭാരവാഹികളായ സി. എൻ. ഉമ, പുഷ്പവല്ലി നമ്പ്യാർ, ഉഷ പാലാട്ട്, വി. ആറുമുഖൻ, എച്ച്. സത്താർ, എം. എച്ച്. സാദക്, അബു പാലക്കാടൻ, സജീവൻ പൂവക്കോട്, നൌഫൽ കള്ളിക്കാട്, ഉമ്മർ ഫാറൂഖ്, എം. കെ. സിദ്ധാർത്ഥൻ, പ്രഭു, ശ്രീകുമാർ നമ്പൂതിരി, ഗോപി വടക്കന്തറ, ആർ. രാമകൃഷ്ണൻ, പി. എം. ശ്രീവത്സൻ, ചന്ദ്രൻ യാക്കര, എച്ച്. സിയ, കാജ എച്ച്. ജൈലാവുദ്ദീൻ, എൻ. കെ. ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.